ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയാണ് കാണിക്കുന്നത്. നയന ആദർശിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആദർശേട്ടാ, എത്രയും പെട്ടെന്ന് ആദർശേട്ടൻ വീട്ടിലേക്ക് വരണം. ഈ കാര്യങ്ങൾ അങ്ങനെ വിട്ടാൽ പറ്റില്ല. അവയെ പോകെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. അതെ, നമുക്കാർക്ക് സത്യം അറിയില്ല. അവനെല്ലാം സത്യം അറിഞ്ഞിട്ടും നമ്മളെ ഇട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആദർശേട്ടൻ വാ. ശരി നയനെ, ഞാൻ വരാം. എന്നിട്ട് അച്ഛനോടും മുത്തശ്ശനോടൊക്കെ സംസാരിച്ച് അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കാം. ശരി ആദർശേട്ടാ, എത്രയും പെട്ടെന്ന് വേണേ എന്നും പറഞ്ഞുകൊണ്ട് നയന ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം നമ്മുടെ ആദർശം ആലോചിക്കുകയാണ്. എല്ലാവരോടും തീരുമാനിക്കണം, നയനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ ആദർശത്തി അത് മുത്തശ്ശനും അജയനും ജയനും പിന്നെ ആദർശം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ എന്താ മോനെ നിൻ്റെ അഭിപ്രായം? ഞാനായിരുന്നെങ്കിൽ അവൻ ചെയ്ത തെറ്റിന് അവനെ എന്നെ ഇവിടെ നിന്നും ചവിട്ടി പുറത്താക്കിയേനെ. പക്ഷേ നീ ആയതുകൊണ്ട് മിണ്ടാതെ നിൽക്കുക. ഈ മുത്തശ്ശനെ ഒന്നേ പറയാനുള്ളൂ, എല്ലാം കേട്ട് സഹിച്ചും ക്ഷമിച്ചും നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ശിക്ഷിക്കുക തന്നെ വേണം. ഇവിടെ അവനാണ് തെറ്റുകാരനാണെന്ന് അറിഞ്ഞിട്ടും നമ്മളെല്ലാം മൂടിമറിച്ച് നടക്കുന്നത് അവൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഓർത്ത് മാത്രമാണ്. ഇല്ലായിരുന്നെങ്കിൽ നമ്മളിതൊക്കെ എന്നേ തുറന്നു പറഞ്ഞ് അവനെ ഇവിടെ നിന്നും പടിയിറക്കി വിട്ടാനെ. പക്ഷേ ഇപ്പം അതിന് പോലും പറ്റാത്തൊരു അവസ്ഥയാണ്, ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഒന്നേ പറയാൻ പറ്റൂ, അവനെ എങ്ങനെയെങ്കിലും ഒന്നടക്കിയേ പറ്റൂ. കാരണം അവനിപ്പോൾ കളിക്കുന്നത് വലിയ കളിയാണ്. നിന്നെ മുന്നിൽ നിർത്തി അവൻ ചെയ്ത കുറ്റങ്ങളെല്ലാം നിന്റെ തലയിൽ കെട്ടിവെച്ച് അവൻ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും മറക്കാനോ പൊറുക്കാനോ ക്ഷമിക്കാനോ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ നീ സൂക്ഷിക്കണം മോനെ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും അച്ഛാ, എന്തായാലും ഇത്രയൊക്കെയായി. ഇനിയിപ്പോൾ അവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതാണ് നല്ലത്. നമ്മൾക്ക് ഈ സത്യം അറിയാമെന്ന് അവൻ അറിയണം, എന്നാലേ അവനൊന്ന് അടങ്ങൂ. അല്ലാതെ നമ്മൾ സത്യം അറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് നടന്നാൽ ഒരിക്കലും അവൻ അടങ്ങാൻ പോകുന്നില്ല. നമ്മൾ ഈ സത്യങ്ങളൊക്കെ അറിയാത്തതുപോലെ നടന്നാൽ അവൻ അവൻ്റെ കളി തുടരും. എല്ലാവരുടെയും മുൻപിൽ വെച്ച് ആദർശിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. അവനിപ്പോൾ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചു. അവൻ ആ ബ്രാഞ്ച് ഏൽപ്പിച്ചത് സത്യസന്ധമായിട്ട് അവൻ നോക്കൂ എന്നുള്ള വിശ്വാസം കൊണ്ടൊന്നുമല്ല, നവ്യയുടെ വാക്ക് കേട്ടിട്ട് മാത്രമാണ്. പക്ഷെ ഇന്ന് ആ നവ്യയും അവൻ്റെ കൂടെ നിന്ന് ആദർശിനെ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അവനൊരിക്കലും യോഗ്യതയില്ല ആ ബ്രാഞ്ചിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ. അതുകൊണ്ടാണല്ലോ മുത്തശ്ശ അവൻ്റെ മേലെ ഞാനൊരാളെ വെച്ചത്. അയാളല്ലേ എല്ലാം നോക്കി നടത്തുന്നേ ആണ്. പക്ഷെ അയാളുടെ കണ്ണ് വെട്ടിച്ചിട്ട് പോലും അവൻ അവിടെ തിരിമറി നടത്തി. അതുപോലെ ഇനിയും തിരിമറി നടക്കില്ല എന്ന് ആര് കണ്ടു? അത് ശരിയാവും അച്ഛാ. വരുന്നത് തിരുവോണം, ഓണ കളക്ഷൻ ഒരുപാടുണ്ടാവും. അപ്പോൾ നമ്മൾ ഷട്ടറിട്ട് സെയിൽ ചെയ്യേണ്ട അവസ്ഥയായിരിക്കും. ആ സമയത്ത് തിരിമറി നടന്നാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മോനെ ഞാൻ പറഞ്ഞത്, അവനെ പോലെയുള്ള ക്രിമിനലെ ഒന്നും വെറുതെ വിടരുത്. അവനെയൊക്കെ ബ്രാഞ്ച് ഏൽപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് മാത്രമല്ല, ഇനി അവൻ അവിടെ ഇരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവനവിടെ ഇരുന്നിട്ടും അവനൊരു ഉപകാരം ഉണ്ടാവരുത്. വെറും ഒരു നോക്കുകുത്തി മാത്രമായിരിക്കണം അവൻ എന്നും നമ്മുടെ ജയൻ. അത് കേട്ടതും അത് ശരിയാ മോനെ. അവനെ ഒരുപാട് സ്നേഹിച്ചു. കുഞ്ഞുനാളിലെ ജലജയുടെ സ്വഭാവം കാരണം അവൻ്റെ അച്ഛൻ അവനെ ഇട്ടേച്ചു പോയതാ. അച്ഛനില്ലാത്ത കുഞ്ഞല്ലേ എന്ന് കരുതി ഒരുപാട് സ്നേഹം കൊടുത്തു, ജലജയ്ക്ക് സ്നേഹം കൊടുത്തതുപോലെ. പക്ഷേ എല്ലാം കൈവിട്ടു പോയി. അച്ഛാ, ഇനിയിപ്പോൾ അവനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവനെപ്പോലെ ഒരു ക്രിമിനൽ ഈ വീട്ടിലുള്ളത് നമുക്ക് ആപത്താച്ചാ. അതുകൊണ്ട് തന്നെ എന്തായാലും ഞാനൊരു കാര്യം പറയാം. നമുക്ക് എത്രയൊക്കെ ചെയ്താലും അവനെ ഇവിടെ ഒന്നും പടിയിറക്കി വിടാൻ പറ്റില്ല. കാരണം നവ്യയെക്കുറിച്ച് ഓർത്തേ പറ്റൂ. നയനമോളും അതുകൊണ്ട് തന്നെയല്ല ക്ഷമിക്കുന്നത്. നയനമോളുടെ ചേച്ചിയായിപ്പോയി. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. നയനയുടെ ചേച്ചിക്ക് ഇത്തിരി ദേഷ്യവും വാശിയൊക്കെ കൂടുതലാണ്. പക്ഷെ എത്രയൊക്കെ നയന ക്ഷമിച്ചിട്ടും അതുപോലെ ക്ഷമിക്കാൻ നവ്യയ്ക്ക് കഴിയുന്നില്ല. എപ്പോഴും ആദർശമോനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അവൾ. അബിയുടെ കൂടെ ചേർന്ന് അവൾ പറയുന്ന ഓരോ കാര്യങ്ങളും സഹിക്കാൻ പറ്റാത്തതാ എന്നൊക്കെ പറയാം. ഇനിയിപ്പോൾ ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ. അവനൊരു ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രാഞ്ചിൽ നിന്നും അവനെ ചവിട്ടി പുറത്താക്കുക. അതല്ലാതെ വേറൊരു വഴിയില്ല മോനെ എന്നും മുത്തശ്ശനും പറയുക. ഈ സമയം അനിക്ക് 3 ബ്രാഞ്ചുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവൻ അങ്ങോട്ട് പോകുന്നില്ല. അത് പിന്നെ മുത്തശ്ശ, അവൻ്റെ മനസ്സ് ശരിയല്ല. അനാമിക അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടുകൂടെ അവൻ്റെ എല്ലാ സങ്കടവും എല്ലാ സമാധാനവും നഷ്ടപ്പെട്ടു എന്നാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് അവനൊരു ബ്രാഞ്ച് നോക്കിയെടുത്താനുള്ള ഇതൊന്നും ഇല്ലയെന്ന്. അങ്ങനെ നോക്കി നടത്തിയാലും അത് അവൻ്റെ തലയിൽ കയറില്ല എന്ന്. അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും മുത്തശ്ശ? അത് ശരിയാ, അവനിപ്പോൾ അങ്ങോട്ട് പോകണമെന്നൊന്നുമില്ല. അതിന് നിറയെ വിശ്വസ്തരവിടെയുണ്ട്. അവന് കള്ളമില്ല, പിന്നെ അവൻ കള്ളത്തരം കാണിക്കത്തുമില്ല. അവൻ അങ്ങോട്ട് പോയില്ലെങ്കിലും പ്രശ്നമില്ല, പോയാലും കുഴപ്പമില്ല.
അവൻ്റെ മേൽനോട്ടത്തിൽ വേറെ ആൾക്കാരെ വെച്ചിട്ടുണ്ടല്ലോ, അത് കുഴപ്പമില്ല. പക്ഷെ അബിയുടെ കാര്യത്തിലാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. അവനെ ഇങ്ങനെ കയറഴിച്ച് വിട്ടാൽ ശരിയാവില്ല. അവൻ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും നമ്മൾ വിളിച്ചു പറഞ്ഞാലേ അവൻ അടങ്ങും എന്നൊക്കെ പറയുകയാണ്. അത് കേട്ടതും നമ്മുടെ ആദർശ് ഭയങ്കര ദേഷ്യപ്പെട്ട് അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക ഉമ്മറത്ത്. ഈ സമയം മുത്തശ്ശനും ജയനും അജയനും ഒക്കെ തീരുമാനിച്ചു ഓരോ കാര്യങ്ങൾ അപ്പോഴാണ് ആ വഴി അബി വരുന്നത് കണ്ടതും ആദർശ് ഡാ എന്നും പറഞ്ഞ് വിളിക്കുക. അപ്പോൾ അബി അവിടെ നിന്നു. എന്താടാ, എന്താ നിന്റെ തീരുമാനം? നിന്നെ വിശ്വസിച്ച് ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചു, എന്നിട്ട് അത് വിശ്വാസത്തോടെ നോക്കാൻ നിനക്ക് പറ്റുന്നില്ല അല്ലേ? എന്തിനാടാ സ്വന്തം കമ്പനിയോട് വിശ്വാസവഞ്ചന കാണിക്കുന്നത്? ഓ, ആദർശേട്ടന് എന്തും ചെയ്യാം. ആദർശേട്ടൻ ഈ കുടുംബത്തോടല്ലേ വിശ്വാസവഞ്ചന കാണിച്ചത്? ഞാൻ എന്ത് വിശ്വാസവഞ്ചന കാണിച്ചു എന്നാണ് നീ പറയുന്നത്? ആദർശേട്ടൻ ഒരു വിശ്വാസവഞ്ചനയും കാണിച്ചിട്ടില്ലേ? ആദർശേട്ടൻ ഈ കുടുംബത്തെ തകർക്കുന്ന പണിയല്ലേ ചെയ്യുന്നത്? ആദർശേട്ടൻ ചെയ്ത പണികളൊന്നും ആരും മറക്കൊന്നുമില്ല ആദർശേട്ടാ. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും പറയണ്ട. ഞാൻ എന്താണ് ചെയ്തത്? ഓ, ആദർശേട്ടൻ ഒരു കൊച്ചിൻ്റെ അച്ഛനല്ലേ, അതും അവിഹിതത്തിലുണ്ടായത് എന്നും പറയുക. അത് കേട്ടതും നമ്മുടെ ആദർശിന് ചോര തിളച്ച് വരിക. പക്ഷെ ഒന്നും പറയാൻ പറ്റാതെ ആദർശ്, എടാ ഞാൻ കുടുംബത്തോട് തെറ്റ് ചെയ്തെങ്കിൽ ശരി, പക്ഷേ നീ ചെയ്തതോ നമ്മുടെ കമ്പനിയോടാ. നിനക്ക് എങ്ങനെയാടാ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്? ഓ, അതെത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോഴേക്കും നവ്യ വരിക. എന്താ അബി? ഞാൻ വലിയ തെറ്റ് ചെയ്തു എന്നാ ഇയാൾ പറയുന്നത്. അത് കേട്ടതും ഓ, ആദർശേട്ടന് എന്തും ചെയ്യാം. ആദർശേട്ട അബി ചെയ്ത ആദർശേട്ടൻ എന്താ ഇത്ര വിഷമം? അതുമല്ല, അബി ചെയ്തത് അത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ദേ വന്നല്ലോ, ഭർത്താവ് എന്ത് തെറ്റ് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യ. അതെ, എൻ്റെ അബിയാ പറയേണ്ടത്. എടാ അബി പറയടാ, ഈ ഭർത്താവ് എന്ത് തെറ്റ് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യ ആർക്കട ഉള്ളതെന്ന് പറയടാ. ഞാൻ എന്തിനാ നവിയെ വെറുതെ അതൊക്കെ വിളിച്ചു പറയുന്നത്? എല്ലാവരും ഒരേപോലെ ആയ എനിക്കും ഇയാൾക്കും ഒരു വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ കാര്യത്തിൽ ഇനി ആദർശേട്ടൻ ഇടപെടണ്ട. എടാ, നിന്നെ ഞാൻ കമ്പനിയിൽ നിർത്തി, പക്ഷേ നീ സത്യസന്ധമായിട്ട് ജോലി ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള തീരുമാനത്തിലാണ്. പറഞ്ഞു വിട്ടോ, അതിനുവേണ്ടിയാണല്ലോ നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് നല്ലവനാകണം. എന്നിട്ട് നിങ്ങൾ അവിടെ കയറിയിരുന്ന് എല്ലാ ബ്രാഞ്ചും ഒരുമിച്ച് ഭരിക്കണം. അതിനുവേണ്ടിയല്ലേ നിങ്ങൾ ഇത്രയും പാടുപെടുന്നത്? ആണെങ്കിൽ അങ്ങനെ എന്നെ കൂട്ടിക്കോ. നിന്നെയൊക്കെ സ്നേഹിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. സ്നേഹിച്ചാൽ മാത്രം പോരാ, അനിയന്മാരെ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കണം. അല്ലാതെ അവർക്ക് കൊടുക്കുന്നതെല്ലാം തട്ടിപ്പറിക്കുകയല്ല വേണ്ടത് എന്നും നവ്യ. അപ്പോഴേക്കും നയനയും ആദർശും വരിക. ദേവയാനിയും വരിക. അവർ രണ്ടുപേരും വന്നതും ആദർശ്, നയനെ, ദേ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യയാണെന്നാണ് നിൻ്റെ ചേച്ചി പറയുന്നത്. അതിനുള്ള മറുപടി ചേച്ചി നീ തന്നെ കൊടുക്ക്. അത് കേട്ടതും ചേച്ചി, എൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്താൽ അതിനെ ഞാൻ കണ്ടിക്കുക തന്നെ ചെയ്യും. പക്ഷേ ചേച്ചിയുടെ ഭർത്താവ് തെറ്റ് ചെയ്താൽ ചേച്ചിക്ക് അത് മനസ്സിലാക്കാൻ പോലുള്ള വിവരമില്ല. അതുകൊണ്ട് ചേച്ചി കൂടുതൽ സംസാരിക്കണ്ട, നീ മിണ്ടരുത്. ഇയാളുടെ കൊച്ചിനെ ഏറ്റെടുത്ത് നോക്കേണ്ട കാര്യമൊന്നും നിനക്കില്ല. പക്ഷേ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. വിളിച്ചു പറഞ്ഞ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായോ എന്നുള്ളത് കൊണ്ടാണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. അമ്മായി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ തെറ്റ് അബിയാണ് ചെയ്തെങ്കിൽ അമ്മായിക്ക് ക്ഷമിക്കാൻ പറ്റുമോ? അമ്മായി അവനെ വെറുതെ വിടുമോ? അവനാ ചെയ്തെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ഞാനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കതിപ്പോൾ പറയാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ നിൽക്കുക. പിന്നെ അബി, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. നിന്നെ വിശ്വസിച്ചേൽപ്പിച്ച ബ്രാഞ്ച് നീ നല്ല രീതിയിൽ നോക്കിക്കൊണ്ടുപോകുമെന്ന് കരുതിയിട്ടാ അങ്ങനെ ചെയ്തത്. പക്ഷേ ഉറപ്പായിട്ടും നിനക്കൊരു ബ്രാഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് മനസ്സിലായി. നിൻ്റെ കാര്യങ്ങൾ കാരണം ഇപ്പോൾ എല്ലാ മൂർത്തീസ് ജ്വല്ലറിയുടെ എല്ലാ ബ്രാഞ്ചുകൾക്കും നല്ല ചീത്തപ്പേരുണ്ടാവുന്നുള്ളത് സത്യമാണ്. പിന്നെ ഞാൻ ചെയ്ത അത് ചീത്തപ്പേര്, ആദർശേട്ടൻ ചെയ്യുന്നൊന്നും ചീത്തപ്പേരല്ല അല്ലേ എന്നും അബി. മിണ്ടാതെ നിൽക്കുന്ന മോനെ നല്ലത്, ഇവനോടൊക്കെ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നതാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി ഇങ്ങനെ പറയണം. അത് കേട്ടതും അബി അകത്തേക്ക് പോവുക. ഈ സമയം മൂന്നുപേരും കൂടെ ഓരോരോ തീരുമാനങ്ങൾ എടുക്കുക. എൻ്റെ അബിയേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ അനന്തപുരി തറവാട്ടിലൊരു കുഞ്ഞുണ്ട്, ആദർശേട്ടൻ അവിഹിതത്തിലുണ്ടായ കുഞ്ഞ്. ആ കുഞ്ഞിനെ പറ്റിയുള്ള ഒരു വിവരവും പുറത്തുള്ളവരറിഞ്ഞിട്ടില്ല. ആ വാതിലങ്ങ് തുറന്നു കൊടുക്കണം. ഈ അനന്തപുരി തറവാട്ടിൽ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയ ആദർശിൻ്റെ അവിഹിതത്തിൽ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് ഇപ്പോൾ ഈ വീട്ടിലാണ് താമസിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത അങ്ങ് വിട്ടാലേ ആദർശേട്ടൻ പിന്നെ നനഞ്ഞ് ചീഞ്ഞ് നാറും. അതുകൊണ്ട് അങ്ങനെ വേണം ചെയ്യാൻ. ഞാനിതൊക്കെ പണ്ടേ ചെയ്യേണ്ടതാ, പക്ഷെ അമ്മയെക്കുറിച്ച് ഓർത്ത് മാത്രമാണ് ഞാനത് ചെയ്യാത്തത്. വേണ്ട മോളെ, എന്നെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട. നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളതല്ലേ അവർ. അതുകൊണ്ട് തന്നെ അവരോട് ഇങ്ങനെയൊക്കെ ചെയ്താലേ എനിക്ക് സന്തോഷമാവും. അതേ മോനെ, ദേ ഒരു കാര്യം ഞാൻ പറയാം. നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നവരാണ് ഇവിടെയുള്ളവരൊക്കെ. ആ സമയത്ത് നമ്മളൊരു രഹസ്യം മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ സത്യവും തുറന്നു പറ.
എല്ലാ സത്യവും തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ മനസ്സിലെ ആ വിഷമം ഉണ്ടല്ലോ അതങ്ങ് പുറത്തു വരണം. ഇവിടെ എത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും നമ്മുടെ മുൻപിൽ എല്ലാവരും ഞെളിഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിവരം പുറത്തറിയണം. പുറത്തുള്ളവരറിഞ്ഞാലേ സന്തോഷമാകും. അവർ സന്തോഷിക്കും. ഇവിടെയുള്ളവരുടെ ഹൃദയം പൊട്ടുന്ന വേദനയും നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയായാലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ആദർശിൻ്റെ അഹങ്കാരം വരെ കൂടുന്നുണ്ട്. വെറുതെ വിടാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന നയനയാണ്. നയന ജ്വല്ലറിയിൽ നല്ല ഡിസൈനൊക്കെ വരച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നയനയ്ക്ക് ഒരു കോള് വരിക. ആൻമരിയാണല്ലോ വിളിക്കുന്നത് എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ നയന ഫോൺ എടുക്കുക. ഹലോ ആൻമരിയ. നയനേച്ചി, ആദർശേട്ടന് അവിഹിതത്തിലൊരു കുഞ്ഞുണ്ടോ? അത് കേട്ടതും നമ്മുടെ നയന ഞെട്ടി. ആൻമരിയോട് ഇത് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുക. അത് പിന്നെ ഞങ്ങളുടെ പത്രത്തിൽ ഇപ്പോൾ ന്യൂസ് കിട്ടിയതാ. അതുകൊണ്ട് ആരാണെന്ന് എന്താണെന്നൊന്നും അറിയില്ലല്ലോ, സത്യമാണോ കള്ളമാണോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ ഈ കേട്ടത് സത്യമാണോ ചേച്ചി? അയ്യോ അല്ല ആൻമരിയ, അത് പച്ച കള്ളവാ. എൻ്റെ ആദർശേട്ടന് അങ്ങനെ ഒരു കുഞ്ഞില്ല. ഞങ്ങൾ വേറൊരു സാഹചര്യത്തിൽ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു കുഞ്ഞിനെ ഏറ്റെടുത്തിരിക്കുന്നത്. ആൻമരിയ പറഞ്ഞത് സത്യ. ഒരു കുഞ്ഞ് അനന്തപുരി തറവാട്ടിലുണ്ട്. പക്ഷെ ആ കുഞ്ഞ് ആരുടേതാണെന്നും എന്താണെന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്നാൽ എൻ്റെ ആദർശമായിട്ട് നിരപരാധിയാ. ഈ ന്യൂസ് വെളിയിൽ വിടല്ലേ ആൻമരിയ? ഇല്ല, ഞാൻ അങ്ങനെ വിട്ടിട്ടില്ല. ഞങ്ങളുടെ ന്യൂസ് ചാനലിൽ വന്ന വാർത്ത പിടിച്ചു വെച്ചിരിക്കുക, തടഞ്ഞു വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ അത് പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും അതിൻ്റെ കാര്യം എന്താണെന്നറിയാതെ വ്യക്തത കിട്ടാതെ എനിക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് ന്യൂസ് പുറത്തുവിടാൻ പറ്റില്ലല്ലോ. ആദർശേട്ടനും ആൻറ്റിയുടെ കുടുംബമൊക്കെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കുടുംബമാണ്. അങ്ങനെയുള്ളപ്പോൾ അവരെ പറ്റി വരുന്ന വാർത്തകൾ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അല്ല ആൻമരിയ, ഈ ന്യൂസ് വേറെ ഏതെങ്കിലും ചാനലുകാർ പുറത്തു വിട്ടിട്ടുണ്ടോ? അതൊന്നും അറിയില്ല. പക്ഷേ അവർ വിടുന്നതിന് മുമ്പ് കാര്യങ്ങൾ എന്താണെന്ന് തീരുമാനിച്ച് സോൾവ് ചെയ്യണം. അല്ലെങ്കിൽ അനന്തപുരി തറവാടിന് അത് വലിയ നാണക്കേടാ. ശരി ആൻമരിയ, ഞാൻ ആൻമരിയെ കാണാൻ ഉടനെ അങ്ങോട്ട് വരാം. ശരി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നയന ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം ആദർശ് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പം നയന അങ്ങോട്ട് ചെന്നു. വാ നയന ഇരിക്ക്. എൻ്റെ ആദർശേട്ടാ ആകെ പ്രശ്നമായി. എന്താ നയനെ? ആദർശേട്ടൻ്റെ മോളാണ് ചന്തുമോള് എന്നും പറഞ്ഞ് ആരോ പത്രത്തിൽ ന്യൂസ് കൊടുത്തിരിക്കുന്നു. അതും ആദർശേട്ടൻ്റെ അവിഹിതത്തിലുണ്ടായ കുഞ്ഞാണെന്ന്. അത് കേട്ടതും നമ്മുടെ ആദർശ് ഇരുന്നോടത്തു നിന്നും ചാടി എഴുന്നേറ്റു. ആരാ ചേച്ചി അത് ചെയ്തത്? അറിയില്ല, വീട്ടിനകത്ത് തന്നെ ഉള്ളവരായിരിക്കും ഇത് ചെയ്തത്. നമ്മുടെ കുടുംബത്തിലാണല്ലോ ഇങ്ങനെയുള്ള ദുഷ്ടന്മാരൊക്കെ ഉള്ളത്. ഇപ്പോൾ ഓണസെയിൽ നടക്കാൻ പോകുന്ന സമയമാണ്. ആ സമയത്ത് ഇങ്ങനൊരു ന്യൂസ് പുറത്തു വന്നാൽ അതിൻ്റെ നാണക്കേടും ചീത്തപ്പേരും മൂർത്തീസ് ജ്വല്ലറിക്കും ആദർശേട്ടനാ. ആദർശേട്ടൻ മൂർത്തീസ് ജ്വല്ലറിയുടെ MD-യാ. മൂർത്തീസ് ജ്വല്ലറിയുടെ MD ഇങ്ങനൊരു കാര്യം ചെയ്തു എന്നും പറഞ്ഞ് ആ ന്യൂസ് ലോകം മുഴുവനും ആഘോഷിക്കും. അതുകൊണ്ട് അത് വേണ്ട ആദർശേട്ടാ, ഇങ്ങനൊരു ന്യൂസ് പുറത്തു വരാൻ പാടില്ല. അത് നീ പറഞ്ഞാൽ ശരിയെന്നാ നയനെ. കാരണം അന്ന് ഇതുപോലെ അഭി കുടിച്ചിട്ട് ബാറിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ മൂർത്തി മുത്തശ്ശൻ്റെ, അതായത് അനന്തപൂർത്തിയുടെ കൊച്ചുമകൻ്റെ ലീലാവിലാസങ്ങളും അഭ്യാസങ്ങളും എന്നും പറഞ്ഞുകൊണ്ടാണ് ന്യൂസ് വന്നത്. അതുകൊണ്ട് മുത്തശ്ശൻ ആ ചീത്തപ്പേരുണ്ടായത്. ഇവിടെയും ഇങ്ങനൊരു ന്യൂസ് വന്നാൽ അതും ആ മുത്തശ്ശൻ്റെ കൊച്ചുമോനെന്നും പറഞ്ഞേ വരുള്ളൂ. എൻ്റെ മുത്തശ്ശൻ്റെ പേരില്ലാതാവും. അതിനുവേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ നയനെ. ഈ വാർത്ത തടയണം. എനിക്കാണെങ്കിൽ ഭയങ്കര തിരക്കായിപ്പോയി. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ അങ്ങോട്ട് വന്നായിരുന്നു. സാരമില്ല ആദർശേട്ടാ, ഞാൻ പോയി സംസാരിക്കാം. ആൻമരിയോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. ആദർശേട്ടൻ ടെൻഷൻ അടിക്കാതെ. ഈ കാര്യം ചെയ്തത് അഭിയോ നവ്യ ചേച്ചിയോ അനാമികയോ ആരെങ്കിലും ആണെങ്കിൽ നന്ദുവിനോട് പറഞ്ഞ് ഞാനൊന്ന് അന്വേഷിപ്പിക്കാം. ആരാണിത് കൊടുത്തെങ്കിലും അവർക്കിട്ടുള്ള പണി നമുക്ക് കൊടുക്കാം ആദർശേട്ട സമാധാനമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് നയനെ അങ്ങ് പോവുക. ഈ സമയം ആദർശ്, ഈശ്വര, ഒരു തെറ്റും ചെയ്യാതെയാ എന്നെ ഇങ്ങനെ ഇട്ട് പെടാപ്പാട് പെടുത്തുന്നത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ എന്തിനാ എനിക്ക് ഇങ്ങനൊരു പ്രശ്നം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ആദർശ് അവിടെ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം ആൻമരിയാണ് കാണിക്കുന്നത്. അപ്പം നയന അങ്ങോട്ട് ചെല്ലുക. വാ ഇരിക്കുക ചേച്ചി. എന്താ ആൻമരിയെ, ന്യൂസ് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ലല്ലോ അല്ലേ? MD പുറത്തു വിടാൻ പറഞ്ഞതാ. പിന്നെ ഞാൻ ഇടപെട്ടു. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ MD സമ്മതിച്ചു. അതുകൊണ്ട് മിണ്ടാതെ നിൽക്കുക. അല്ല, ഇത് വേറെ ഏതെങ്കിലും പത്രത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്കറിയുന്ന ഒരു പത്രത്തിലും വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് പരിചയമുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ന്യൂസിൽ വിടരുതെന്ന്. ആരാ വിളിച്ചു പറഞ്ഞെന്നൊന്നും അറിയില്ല. ഇൻഫോമറിന് എന്താ പറയുക, ഒരാണായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുമുണ്ട്. അതൊക്കെ ഞാൻ അന്വേഷിച്ചോളാം ആൻമരിയ. അല്ല, ഇങ്ങനൊരു തെറ്റ് ആദർശേട്ടൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ അത് മൂടി വയ്ക്കുന്നത്? സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞ് യഥാർത്ഥ പ്രതി ആരാണെന്ന് പറഞ്ഞൂടെ? അത് കേട്ടതും അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ നാണക്കേട് ഞങ്ങളുടെ അനന്തപുരി തറവാട്ടിൽ തന്നെയാണ്. അപ്പോൾ തറവാട്ടിലുള്ളവർ തന്നെയാണ് കുറ്റക്കാരല്ലേ? അതെ, അതെനിക്ക് ആൻമരിയോട് പറയാൻ പറ്റില്ല. പിന്നെ
എനിക്കറിയില്ല ആൻമരി എന്ത് ചെയ്യണമെന്ന്. എൻ്റെ ആദർശേട്ടനൊരു പാവ, അതറിയാം. ഇവിടെ ആ കുട്ടിയുടെ അമ്മ എവിടെ? ആ കുട്ടിയുടെ അമ്മ കോമ സ്റ്റേജിലാണ് അതിൻ്റെ വീട്ടിൽ. അതാണ് പ്രശ്നമായത്. ഇവിടെ വിവാദങ്ങൾ പൊങ്ങി വരും. കാരണം ആ കുട്ടിക്ക്, അതായത് ചന്തുമോളുടെ അമ്മയ്ക്ക് സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ പറ്റിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആദർശൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം, ഇല്ലെങ്കിൽ അത് വേറെ പ്രശ്നത്തിൽ ചെന്നെത്തും എന്നും ആൻമരിയെ പറയുക. അത് കേട്ടതും ഞെട്ടി നിൽക്കുകയാണ് ഞാൻ. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.